വെൽക്കം ടു സ്കോർ അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻസ് എന്നുള്ള ടോപ്പിക്കാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വൈറ്റമിൻസ്. ചെറിയൊരു ടോപ്പിക് ആണെങ്കിൽ കൂടി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വൈറ്റമിൻസുമായി റിലേറ്റഡ് ആയിട്ട് RRBയിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടൻസ്, NCERTയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. അതിന് മുൻപായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, എത്ര ഡെപ്തിലാണ്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഏത് പാറ്റേണിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിന് മുന്നോടിയായിട്ടൊന്ന് നോക്കാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവാം. ഓക്കെ, നമ്മുടെ സെഷൻ്റെ എൻഡിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഉത്തരം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഈ ചോദ്യങ്ങൾ മാത്രമല്ല, ബാക്കിയും കുറച്ചുകൂടെ ചോദ്യങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മൾ നമ്മുടെ സെഷൻ്റെ എൻഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു 3/4 മണിക്കൂർ നിങ്ങളിവിടെ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് E300? NTPCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻ ഈസ് റിച്ച് ഇൻ ഈസ്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? വൈറ്റമിൻസിന്റെ സോഴ്സ് പഠിക്കണം എന്നുള്ളത് മനസ്സിലായി. ബനാന ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് വിച്ച് വൈറ്റമിൻ? ഇവിടെയും സോഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എല്ലാ സോഴ്സും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസിന്റെ സോഴ്സ് മാത്രം പഠിച്ചാൽ മതി. വൈറ്റമിൻ എ ഈസ് റിലേറ്റഡ് ടു, ഇവിടെ ചോദിച്ചിട്ടുള്ളത് കെമിക്കൽ നെയിം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഇസ് മോസ്റ്റ്ലി കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി? അപ്പോൾ നമുക്ക് എന്തൊക്കെ കൂടെ മനസ്സിലായി? വൈറ്റമിൻസിന്റെ കെമിക്കൽ നെയിം പഠിക്കണം, ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് പഠിക്കണം, അതുപോലെ സോഴ്സ് പഠിക്കണം. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിംറ്റം ഓഫ് ബെറിബറി? അപ്പോൾ പല ഡിസീസിൻ്റെ നെയിം മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസ് ആണെങ്കിൽ അവയുടെ സിംറ്റംസ് കൂടെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. Which of the following vitamin required for blood coagulation? Which of the following deficiency causes rickets disease? Cobalamin is also called as? Which vitamin keeps our eyes and skin healthy? ഇത് NCERTയിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇത് അതേപോലെ ചോദിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. വൈറ്റമിൻ B1 is also called as? JEക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വൈറ്റമിൻ C is also called as? Niacin is a form of? JEക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സിട്രസ് ഫ്രൂട്ട്സ് ആർ കൺസിഡർഡ് ആസ് റിച്ച് സോഴ്സ് ഓഫ്? വിച്ച് വൈറ്റമിൻ ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് കോമൺ കോൾഡ്? പെല്ലഗ്ര ഇസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ്? JEക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ ലിവർ ഓയിൽ ഓഫ് ഫിഷ് ഇസ് റിച്ച് ഇൻ? വൈറ്റമിൻ K ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ബാക്ടീരിയ നാച്ചുറലി ഫൗണ്ട് ഇൻ ഡാഷ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ? NTPCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ സെഷൻ്റെ എൻഡിൽ നമുക്ക് ഇതുവരെ RRBക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ നിങ്ങൾ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് സെറ്റ് ആക്കാം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് വൈറ്റമിൻ, വൈറ്റമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, വൈറ്റമിൻസിൻ്റെ കെമിക്കൽ നെയിം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ കെമിക്കൽ നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, അതും നമ്മൾ എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡിസോർഡേഴ്സ് ഉണ്ട്, അത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അതേപോലെ വൈറ്റമിൻസിൻ്റെ സോഴ്സസ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇത്രയുമായിരിക്കും നമ്മൾ നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ വാട്ട് ഈസ് വൈറ്റമിൻ? വൈറ്റമിൻസ് ആർ ഓർഗാനിക് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ നെസസറി ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഫോർ നോർമൽ ഹെൽത്ത് ആൻഡ് ഗ്രോത്ത്. അതായത് എന്താണ് വൈറ്റമിൻ എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വേണ്ട വളരെ ചെറിയ തോതിൽ മാത്രം ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളെയാണ് നമ്മൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കറികളിൽ ഉപ്പിടുന്ന പോലെയാണ് വൈറ്റമിൻസ്. അതായത് ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി, പക്ഷേ അതിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതേപോലെ തന്നെയാണ് വൈറ്റമിൻസ്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മതിയെങ്കിൽ പോലും വൈറ്റമിൻസിൻ്റെതായ സ്ഥാനം നമ്മുടെ ശരീരത്തിലുണ്ട്. ഓക്കെ, ഓരോ വൈറ്റമിൻസിനും അതിൻ്റെതായ സ്പെസിഫിക് ഫംഗ്ഷനുണ്ട്. അതിൻ്റെ ഡെഫിഷ്യൻസി വന്നെങ്കിലോ അതിന് അതിൻ്റെതായ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസസും നമ്മുടെ ബോഡിയിൽ വരും. അതായത് വിവിധ തരത്തിലുള്ള അപര്യാപ്തത രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഓക്കെ, ഈ വൈറ്റമിൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യുന്നില്ല, അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എനർജി ഈൽഡിങ് ആയിട്ടുള്ള പ്രോസസ്സുകളെ കാറ്റലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വേരിയസ് ബയോകെമിക്കൽ പ്രോസസ്സുകളെ ത്വരിതപ്പെടുത്താൻ ആര് സഹായിക്കും? വൈറ്റമിൻസ് സഹായിക്കും.
ഭൂരിഭാഗം വൈറ്റമിൻസും നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാനുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, ഭൂരിഭാഗം വൈറ്റമിൻസും നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നാച്ചുറൽ സോഴ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൺസ്യൂം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻസിനെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നിവിടെ വിളിക്കുന്നു. എന്താണ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നൊക്കെ പറയും. എന്താണത്? അതായത് നമ്മുടെ ബോഡിയിൽ സ്വാഭാവികമായി സിന്തസൈസ് ചെയ്യപ്പെടാത്ത ന്യൂട്രിയൻസ്. അത് എന്തിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ? ഫുഡിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള ന്യൂട്രിയൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ വൈറ്റമിൻസും കൈൻഡ് ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ആരാണ് വൈറ്റമിൻസ് കണ്ടുപിടിച്ചത്? ഫെഡറിക് ഹോപ്കിൻസ് ആണ് വൈറ്റമിൻസ് കണ്ടുപിടിക്കുന്നത്. വൈറ്റമിൻസ് എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത് കാസിമർ ഫങ്ക് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസിന്റെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള വൈറ്റമിൻസിന്റെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ വൈറ്റമിൻസിനെ എങ്ങനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? വൈറ്റമിൻസിനെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, അതുപോലെ കെമിക്കൽ നെയിംസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇത്തരത്തിലാണ് നമ്മൾ വൈറ്റമിൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ചെറുപ്പത്തിലൊക്കെ വൈറ്റമിൻസ് A, B, C, D, E എന്നൊക്കെ കേൾക്കും. നമ്മൾ വിചാരിക്കും, ചിലരെങ്കിലും വിചാരിച്ചു കാണും വൈറ്റമിൻസ് Z വരെ ഉണ്ടെന്ന്. പക്ഷെ അത്രയൊന്നുമില്ല, അതിൻ്റെ പകുതിയുള്ളൂ. അതായത് നമുക്ക് ആകെ മൊത്തമുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുന്നത് 26 ആണ്. അതിൻ്റെ പകുതി വൈറ്റമിൻസ് ആക്ച്വലി ഉള്ളത് 13 വൈറ്റമിൻസ് നമുക്ക് എത്ര വൈറ്റമിൻസ് ആയിട്ട് ഉള്ളൂ. 13 വൈറ്റമിൻസ് ആണ് നമുക്ക് ആകെ മൊത്തം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ വൈറ്റമിൻസ്? വൈറ്റമിൻ A, വൈറ്റമിൻ B, വൈറ്റമിൻ C, വൈറ്റമിൻ D, വൈറ്റമിൻ E ആൻഡ് വൈറ്റമിൻ K. ഇതാണ് ആ 13 വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻസ് ഉണ്ട്. 8 വൈറ്റമിൻസ് ആണ് ആ ബി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. ഈ 8 വൈറ്റമിൻസിനെയും കൂടെ കളക്റ്റീവായിട്ട് പറയുന്നതാണ് ബി കോംപ്ലക്സ് വൈറ്റമിൻസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ബി കോംപ്ലക്സിൽ വരുന്ന വൈറ്റമിൻസ്? അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഇത്രയും 8 വൈറ്റമിൻ ആണ്. ഇത് എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? ഈ ബി എന്ന് വായിക്കുമ്പോൾ, ബി എന്ന് എഴുതുമ്പോൾ അത് ഏത് ഡിജിറ്റുമായിട്ടാണ് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നത്? 8 ആയിട്ടാണ് അല്ലേ സാമ്യം അല്ലേ? ഈ ബി എന്ന് പറയുന്നത് ഏതുപോലെ തോന്നും? 8 പോലെ തോന്നും. അതുകൊണ്ട് ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ എത്ര വൈറ്റമിൻസ് ഉണ്ട്? 8 വൈറ്റമിൻസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? B1, B2, B3, B4 ഇല്ല, B5, B6, B7, B8 ഇല്ല, B9 പിന്നെ B12. ഇത്രയുമാണ് ബി കോംപ്ലക്സിൽ വരുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, B1, B2, B3, B4 ഇല്ല, B5, B6, B7, B8 ഇല്ല, B9, B12. ഇത്രയുമാണ് ബി കോംപ്ലക്സിൽ വരുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. നമ്മൾ പറഞ്ഞു ബി കോംപ്ലക്സിൽ 8 വൈറ്റമിൻസ് ഉണ്ട്, പക്ഷേ B8ഉം ഇല്ല, 8ന്റെ പകുതി ഇല്ല എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ബി കോംപ്ലക്സിൽ 8 വൈറ്റമിൻസ് ഉണ്ട്, പക്ഷേ 8ഉം 8ന്റെ പകുതിയും എവിടെ ഇല്ല? ബിയിലില്ല എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇനി വൈറ്റമിൻസിനെ അതിൻ്റെ സൊല്യൂബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വൈറ്റമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ പരിചയപ്പെടാം. വൈറ്റമിൻസിനെ അതിൻ്റെ സൊല്യൂബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആൻഡ് വാട്ടർ സോലുബിൾ വൈറ്റമിൻ. എന്താണത്? നമുക്ക് നോക്കാം. എന്താണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പേരിൽ പറഞ്ഞ പോലെ തന്നെ ഫാറ്റിൽ ലയിക്കുന്ന വൈറ്റമിൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് വിളിക്കുന്നത്. ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇത്തരത്തിലുള്ള വൈറ്റമിൻസ്, അതായത് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ലിവറിലും അതുപോലെ ഫാറ്റ് സ്റ്റോറിംഗ് ആയിട്ടുള്ള അഡിപ്പോസ് ടിഷ്യൂലാണ് നമുക്ക് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, എത്ര വൈറ്റമിൻസ് ഉണ്ട് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൽ? 13 വൈറ്റമിൻസിൽ 4 വൈറ്റമിൻസ് ആണ് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെ വൈറ്റമിൻസ് ആണ്? വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം. നമ്മൾ എപ്പോഴും പറയും കൊഴുപ്പൊക്കെ ശരീരത്തിൽ വരുന്നത് എന്താണ്? ശരീരത്തിന് കേടാണെന്ന് പറയില്ലേ. അപ്പോൾ ഫാറ്റ് കേടാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്തിരുന്നത് നമുക്ക് ഈ 4 വൈറ്റമിൻസിനും ഇപ്പോൾ തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ഏതൊക്കെയാണ്? വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. അപ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ഏതൊക്കെയാണ്? 4 വൈറ്റമിനാണ്. ഫാറ്റ് കേടാണെന്നുള്ള ഓർത്താൽ മതി. വൈറ്റമിൻ കെ, ഇ, ഡി, എ ആണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇവ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റെഗുലറായിട്ട് ഇവയെ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള അതിൻ്റെ സ്റ്റോറേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ആ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് ഈ സ്റ്റോർ ചെയ്ത് വെച്ച പ്ലേസിൽ നിന്നും എന്ത് ചെയ്യും? അതിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എടുത്തോളും. ഓക്കെ, അപ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ലിവറിലും അഡിപ്പോസിലുമാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് നോക്കാം. എന്താണ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്? ആ പേര് പോലെ തന്നെ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്.
ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫാറ്റ് സോലുബിൾ പറഞ്ഞാൽ അവ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ലിവറിലും അഡിപ്പോസിലും. പക്ഷേ ഇവിടെ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. എന്താണ് അതിന്റെ കാരണം? അതായത് ഇത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണല്ലേ, ഇത് എന്ത് ചെയ്യും, യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് നമ്മൾ എന്ത് ചെയ്യണം, റെഗുലർ ആയിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയുടെ റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര വൈറ്റമിൻസ് ഉണ്ട്? മൊത്തം 9 വൈറ്റമിൻസ് ആണ് വാട്ടർ സോലുബിൾ ആയിട്ട് വരുന്നത്. ഇതിൽ ഏതൊക്കെ വൈറ്റമിൻസ് ആണിത്? വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയുമാണ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് പറയുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറ്റമിൻ ബി എന്ന് പറയുന്നത് 8നോട് സാമ്യമുണ്ട് അല്ലേ. അപ്പോൾ 8 വൈറ്റമിൻസ് വരുന്ന വൈറ്റമിൻ ബി കോംപ്ലക്സിലെ 8 വൈറ്റമിൻസും അതുപോലെ വൈറ്റമിൻ സിയും, ഇതാണ് 9 വൈറ്റമിൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം വാട്ടർ സോലുബിൾ വൈറ്റമിൻസിന്റെ കാര്യത്തിൽ. അതായത് WBC ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കളെ നമുക്കറിയാം അല്ലേ. അപ്പോൾ WBC എന്ന് പറഞ്ഞിട്ട് ഓർത്തിരുന്നാൽ മതി, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് പറഞ്ഞിട്ട് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ WBC എന്നുള്ളത് കിട്ടും. W വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്, വൈറ്റമിൻ ബി കോംപ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു, പിന്നെ വൈറ്റമിൻ സി. ഓക്കെ, അപ്പോൾ വാട്ടർ സോലുബിൾ വൈറ്റമിൻസിൽ ഏതൊക്കെയാണ്? വൈറ്റമിൻ ബി കോംപ്ലക്സും സിയുമാണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്. ആകെ മൊത്തം 13 വൈറ്റമിൻസിൽ 9 വൈറ്റമിൻസ് ആണ് വാട്ടർ സോലുബിൾ ആയിട്ട് വരുന്നത്. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് ഇത് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇവരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അവർ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല ഇവിടെ നമുക്കൊരു എക്സെപ്ഷൻ പറയാനുണ്ട്. നമ്മൾ പറഞ്ഞു വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവിടെ എക്സെപ്ഷൻ ഉണ്ട്. വൈറ്റമിൻ B12 സൈനോകോബാലമിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും, ലിവറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ ബി കോംപ്ലക്സും വൈറ്റമിൻ സിയുമാണ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷൻ പരിചയപ്പെട്ടു, വാട്ടർ സോലുബിൾ വൈറ്റമിൻസും അതുപോലെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും. ക്ലിയർ അല്ലേ? വാട്ടർ സോലുബിൾ വൈറ്റമിൻസിൽ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി കോംപ്ലക്സിൽ വരുന്ന 8 വൈറ്റമിൻസ് വരുന്നു. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൽ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ. ഇത്രയായിരുന്നു നമ്മൾ വൈറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്, വൈറ്റമിൻസിന്റെ കെമിക്കൽ നെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് കെമിക്കൽ നെയിം പരിചയപ്പെടാം. ഈ കെമിക്കൽ നെയിം ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പലരും ആദ്യമായിട്ടായിരിക്കും പല വാക്കുകളും കേൾക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കോഡിട്ട് പഠിക്കാം. അപ്പം ഇങ്ങനെ കോഡിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ലെറ്റർ, അതായത് ഓരോ കെമിക്കൽ നെയിമിൻ്റെയും ഫസ്റ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നം സോൾവ് ആയി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ഹോളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഓക്കെ നമ്മുടെ ഇന്ന വൈറ്റമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്, ഈ ലെറ്റർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ വെച്ച് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കോഡിട്ട് പഠിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കത് വളരെ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും ചിലപ്പോൾ ഇതിനേക്കാൾ അല്ലാതെ പഠിക്കുന്നതല്ലേന്ന്, പക്ഷെ അങ്ങനെയല്ല, ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റമിൻസ് സെറ്റ് ആക്കാം. അപ്പോൾ നമ്മുടെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നമുക്ക് ആദ്യം നോക്കാം. ഫാറ്റ് സോലുബിൾ വൈറ്റമിനിൽ ആദ്യം വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിമാണ് റെറ്റിനോൾ. വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിമാണ് റെറ്റിനോൾ. നിങ്ങളും ഒപ്പം കൂടെ ഒന്ന് പറയാൻ ശ്രമിക്കാം. ഓക്കെ, വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം ഏതാണ്? റെറ്റിനോൾ. അപ്പോൾ നമുക്ക് എയും ആറും ഒന്ന് കണക്ട് ചെയ്ത് കിട്ടിയാൽ മതി. ഓക്കെ, എയും ആറും ഒന്ന് കണക്ട് ചെയ്ത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, റഹ്മാൻ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എയും ആറും നമുക്ക് കണക്ട് ചെയ്ത് കിട്ടും. അപ്പോൾ R ഫോർ റെറ്റിനോൾ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്ത വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. അപ്പം നമുക്ക് ഇവിടെ വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിം ഏതാണ്? കാൽസിഫെറോൾ ആണ് വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വൈറ്റമിൻ ഡിയും സിയും കണക്ട് ചെയ്ത് കിട്ടിയാൽ മതി. ഡിയും സിയും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, DC ബുക്സ് ഓർത്താൽ മതി. ഓക്കെ, അപ്പം വൈറ്റമിൻ ഡി, C ഫോർ കാൽസിഫെറോൾ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ കെമിക്കൽ നെയിമാണ് ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇയുടെ കെമിക്കൽ നെയിമാണ് ടോക്കോഫെറോൾ. ഇയും ടിയും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, ഈട്ടി മരത്തെ ഓർത്താൽ മതി. തേക്ക് പോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മരമാണിത്, ഈട്ടി മരം എന്ന് പറയുന്നത്. അപ്പോൾ ഇയും ടിയും നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. T സ്റ്റാൻഡ്സ് ഫോർ ടോക്കോഫെറോൾ. ഇനി വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിമാണ് ഫില്ലോക്വിനോൺ. വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിമാണ് ഫില്ലോക്വിനോൺ. ഇത് നമുക്ക് എങ്ങനെ ഈ കെയും പിയും കണക്ട് ചെയ്യാം, കേരള പോലീസ് ഓർത്താൽ മതി. അതിൽ നമുക്ക് KP എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ P ഫോർ ഫില്ലോക്വിനോൺ എന്നുള്ളത് ഓർത്തിരിക്കാം. അതല്ലെങ്കിൽ KP നമ്പൂതിരീസ് ടൂത്ത് പേസ്റ്റ്, അതിലെ KP ആണെങ്കിൽ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ വൈറ്റമിൻ എ എന്ന് കേട്ടാൽ ഉടനെ നിങ്ങൾ AR എന്നുള്ളത് ഓർക്കണം, AR ഓർത്താൽ മതി. വൈറ്റമിൻ ഡി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ DC ബുക്സ് ഓർക്കണം, അപ്പോൾ നമുക്ക് കാൽസിഫെറോൾ എന്നുള്ളത് കിട്ടും. വൈറ്റമിൻ ഇ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈട്ടി മരത്തെ ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് T എന്നുള്ള ആ ഫസ്റ്റ് ലെറ്റർ കിട്ടും. അതേപോലെ വൈറ്റമിൻ കെ എന്ന് കേൾക്കുമ്പോൾ ഫില്ലോക്വിനോൺ, അതിനുവേണ്ടി നമ്മൾ എന്താ ഓർത്താൽ മതി, കേരള പോലീസിൻ്റെ KP എന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതെല്ലാം നമ്മുടെ സെഷൻ എല്ലാം കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഈ പേര് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ലെറ്റർ
തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ആയിട്ട് നമുക്ക് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിന്റെ കെമിക്കൽ നെയിംസ് പരിചയപ്പെടാം. വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബി കോംപ്ലക്സിൽ വരുന്ന 8 വൈറ്റമിനും വൈറ്റമിൻ സി ആണോ വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വൈറ്റമിൻ B1, B2, B3 ഇവയുടെ കെമിക്കൽ നെയിം ആദ്യം പരിശോധിക്കാം. വൈറ്റമിൻ B1 ഏതാണ്? വൈറ്റമിൻ B1 തൈമിൻ ആണ്. വൈറ്റമിൻ B2 ഏതാണ്? റൈബോഫ്ലേവിൻ ആണ്. വൈറ്റമിൻ B3 ഏതാണ്? നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? നിങ്ങൾ ട്രെയിൻ എന്ന് ഓർത്താൽ മതി. ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ പ്രോമിനന്റ് ആയിട്ട് കേൾക്കുന്ന സൗണ്ട് ഏതാണ്? ടിയും ആറും എന്നും അല്ലേ? അതല്ലെങ്കിൽ ഈ ട്രെയിൻ എഴുതിയതിന്റെ വൗവൽസ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഏതൊക്കെ ലെറ്റേഴ്സ് കിട്ടും? ടിയും ആറും എന്നും കിട്ടും. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? T ഫോർ തൈമിൻ, R ഫോർ റൈബോഫ്ലേവിൻ, N ഫോർ നിയാസിൻ. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൈറ്റമിൻ B5 നമ്മൾ പറഞ്ഞു B4 എന്ന് പറഞ്ഞ ഒരു സംഭവം ബി കോംപ്ലക്സിൽ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? അതായത് വൈറ്റമിൻ ബി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്തുമായിട്ടാണ് നമുക്ക് സിമിലാരിറ്റി തോന്നുന്നത്? 8 സിമിലാരിറ്റി തോന്നുന്നത്. അപ്പോൾ 8 വൈറ്റമിൻസ് ബി കോംപ്ലക്സിൽ ഉണ്ടെങ്കിലും 8ന്റെ പകുതിയും ഏതിലില്ല? ബി കോംപ്ലക്സിൽ ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ B5 ആണ് ഇനി വരുന്നത്. B5ന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ഏതാണ്? പാൻറ്റോതെനിക് ആസിഡ്. B5 ഏതാണ്? പാൻറ്റോതെനിക് ആസിഡ്. ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? നമുക്കറിയാം ഹൈഡ്രോ കാർബൺസ് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തും 5 കാർബൺ ആറ്റം വരുന്ന ഹൈഡ്രോ കാർബൺ നമ്മൾ എന്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഓർമ്മയുണ്ടോ? പെൻറ്റെയിൻ എന്നും പെൻറ്റീൻ എന്നും പെൻറ്റൈൻ എന്നും ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ഈ പെന്റ് എന്നുള്ള വാക്ക് എപ്പോഴും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5 ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ഓർക്കാം. ഈ പെന്റഗൺ എന്ന് പറയുമ്പോൾ 5 വശമുള്ള രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെന്റഗൺ എന്ന് പറയുന്നത്. അവിടെ ഈ പെന്റ് എന്ന് പറഞ്ഞ വാക്കുണ്ട് അല്ലേ? അപ്പൊ പെന്റ് എന്നുള്ള വാക്ക് എപ്പോഴും 5 ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പെന്റ്, പാൻറ്റോ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സോ B5 പാൻറ്റോതെനിക് ആസിഡ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് B6 പിരിഡോക്സിൻ. B6 ഏതാണ്? പിരിഡോക്സിൻ. B7 ഏതാണ്? ബയോട്ടിൻ. B9 ഫോലിക് ആസിഡ്. B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോലിക് ആസിഡ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കോഡൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല കോഡ് അറിയാമെങ്കിൽ നമ്മളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ B9 ഇങ്ങനെ ഓർത്തിരിക്കാം. ഈ ഫോലിക് ആസിഡ് എന്ന് എഴുതുമ്പോൾ നമുക്ക് 9 അക്ഷരങ്ങളാണ് കിട്ടുന്നത്. ഓക്കെ, ഫോലിക് ആസിഡിൽ 9 ആൽഫബറ്റ് ആണുള്ളത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സാമിന് ഓപ്ഷൻസിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബെറ്റർ കോഡ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വൈറ്റമിൻ B12. ഏതാണ് B12? സയനോകൊബലമിൻ. വൈറ്റമിൻ B12 ഏതാണ്? സയനോകൊബലമിൻ. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? നമുക്കറിയാം +2 പഠിക്കുമ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് റെക്കോർഡ് ബുക്കുകളൊക്കെ എഴുതാനുണ്ടാവുക അല്ലേ? അപ്പോൾ ഈ റെക്കോർഡ് എഴുതിയാൽ മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം? സൈൻ വാങ്ങിക്കണം ടീച്ചേഴ്സിൻ്റെ അടുത്ത് അല്ലേ? 12ാം ക്ലാസ്സിലാണ് അപ്പോൾ നമ്മൾ ഈ സൈൻ വാങ്ങിക്കാൻ വേണ്ടി നടക്കുന്നത്. സോ 12 സയനോകൊബലമിൻ. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ B12 ഏതാണ്? സയനോകൊബലമിൻ. കൊബലമിൻ എന്നും അറിയപ്പെടും, അതുപോലെ സയനോകൊബലമിൻ എന്നും അറിയപ്പെടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൈറ്റമിൻ സി. അടുത്ത വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ആൻഡ് ബി കോംപ്ലക്സ് കഴിഞ്ഞു. അടുത്ത വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ആണ് ഇത്, വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അസ്കോർബിക് ആസിഡ്. ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഈ സിയും എയും എങ്ങനെ കണക്ട് ചെയ്യാം? സിയും എയും കണക്ട് ചെയ്യാൻ എളുപ്പം മാർക്ക് ചെയ്താൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നമുക്കറിയാം സി എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ? അപ്പോൾ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ C എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. A ഫോർ അസ്കോർബിക് ആസിഡ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ B1 തൈമിൻ, B2 റൈബോഫ്ലേവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോലിക് ആസിഡ്, B12 സയനോകൊബലമിൻ, വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് വൈറ്റമിൻസ് എന്ന് പരിചയപ്പെട്ടു, വൈറ്റമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ പരിചയപ്പെട്ടു, അതേപോലെ വൈറ്റമിൻസിൻ്റെ കെമിക്കൽ നെയിം പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വൈറ്റമിൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും അതുപോലെ സോഴ്സസും മറ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ആണെങ്കിലും സോഴ്സ് ആണെങ്കിലും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് മറ്റ് റെഫറൻസുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും കാണാം, അതുപോലെ സോഴ്സസും കാണാം. പക്ഷെ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് നമ്മുടെ വൈറ്റമിൻ എ ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറ്റമിൻ എ നമ്മൾ എങ്ങനെയാണ് ഓർക്കുന്നത്? ARMN ഓർത്താൽ മതി. ഇപ്പോൾ R ഫോർ റെറ്റിനോൾ എന്നുള്ളത് കിട്ടും. വൈറ്റമിൻ എ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എപ്പോഴാണ്? നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കാണ് അല്ലേ? നോർമൽ വിഷനാണ് വൈറ്റമിൻ എ എപ്പോഴും പ്രധാനമായിട്ടും വേണ്ടത്. നമ്മൾ ചെറിയ കുട്ടികളോടൊക്കെ പറയും ഈ ഇലക്കറികളും ക്യാരറ്റും ഒക്കെ ധാരാളമായിട്ട് കഴിച്ച് നമുക്ക് വൈറ്റമിൻ എ കിട്ടും, കണ്ണിന് കാഴ്ചശക്തി കിട്ടുന്നു. ചെറിയ കുട്ടികളോടൊക്കെ വീട്ടിൽ ടീച്ചേഴ്സോ അല്ലെങ്കിൽ അമ്മമാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം ഏതാണ്? റെറ്റിനോൾ ആണ് വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു ടേമാണ് ബീറ്റാ കരോട്ടീൻ. എന്താണ് ബീറ്റാ കരോട്ടീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കരോട്ടീൻ? കരോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിലൊക്കെ കാണപ്പെടുന്ന ഒരു ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആണ്.
ഈ കരോട്ടിൻ പലതരത്തിലുണ്ട്. ആൽഫ കരോട്ടിൻ ഉണ്ട്, ബീറ്റ കരോട്ടിൻ ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത്. ഈ ബീറ്റ കരോട്ടിൻ പ്ലാന്റ്സിന്റെ ഡിഫറെൻറ്റ് പാർട്സിന് റെഡ്, യെല്ലോ, ഓറഞ്ച് മുതലായ കളേഴ്സ് കൊടുക്കുന്ന ഒരു വർണ്ണവസ്തുവാണ്. ഇപ്പം നമ്മൾ ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറം കൊടുക്കുന്നത്, അതുപോലെ പപ്പായയ്ക്ക് ആ കളർ കൊടുക്കുന്നത്, മത്തങ്ങയ്ക്ക് ആ കളർ കൊടുക്കുന്നത്, അതുപോലെ ചെണ്ടുമല്ലി മാരിഗോൾഡ് എന്ന് പറഞ്ഞ ചെണ്ടുമല്ലിക്ക് ആ കളർ കൊടുക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കളേഴ്സ് എല്ലാം കൊടുക്കുന്നത് ആരാണ്? ബീറ്റ കരോട്ടിനാണ്. ഈ ബീറ്റ കരോട്ടിൻ നമ്മുടെ ഇത്തരത്തിലുള്ള ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ലിവറിൽ എത്തുമ്പോൾ ഈ ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ബീറ്റ കരോട്ടിനെ പ്രീകഴ്സർ ഓഫ് വൈറ്റമിൻ എ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രോ വൈറ്റമിൻ എ എന്ന് വിളിക്കുന്നു. ആ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതും പ്രീകഴ്സർ ഓഫ് വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതും ഏതാണ്? ബീറ്റ കരോട്ടിൻ ആണ്. അത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വൈറ്റമിൻ എ ആൻറ്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ ആൻറ്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി വൈറ്റമിൻ എയുടെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോർമൽ വിഷന് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ എ. ഓക്കെ, മാത്രമല്ല നമ്മുടെ സ്കിന്നും ഐസും ഹെൽത്തി ആക്കി വെക്കാനും ആര് സഹായിക്കുന്നുണ്ട്? വൈറ്റമിൻ എ സഹായിക്കുന്നുണ്ട്. ഈ സെൻറ്റൻസ് ആക്ച്വലി ഇത് NCERT ടെക്സ്റ്റിനകത്തുള്ള സെൻറ്റൻസ് ആണ്. ഇത് ഇതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ കണ്ണിലുള്ള വിഷ്വൽ പിഗ്മെന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന, അതായത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന പിഗ്മെന്റ് ആയിട്ടുള്ള വിഷ്വൽ പർപ്പിൾ എന്നും ഈ പിഗ്മെന്റ് അറിയപ്പെടുന്നുണ്ട്, റോഡോപ്സിൻ. ഇതിന്റെ ഫോർമേഷനും ആര് കാരണമാകുന്നുണ്ട്? വൈറ്റമിൻ എ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ റോഡോപ്സിൻ എന്തിനാണ് സഹായിക്കുന്നത്? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ആരാണ്? റോഡോപ്സിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ആണ്. അപ്പോൾ ഇതിനെ വിഷ്വൽ പിഗ്മെന്റ് അല്ലെങ്കിൽ വിഷ്വൽ പർപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഫോർമേഷനും ആര് കാരണമാകുന്നുണ്ട്? വൈറ്റമിൻ എ കാരണമാകുന്നുണ്ട് എന്നുള്ളതോടെ ഓർത്തിരിക്കുക. അപ്പോൾ വൈറ്റമിൻ എയുടെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? റെറ്റിനോൾ എന്നാണ് വൈറ്റമിൻ എയുടെ കെമിക്കലെയും. ബീറ്റ കരോട്ടിൻ പ്രീകഴ്സർ ഓഫ് വൈറ്റമിൻ എ അല്ലെങ്കിൽ പ്രോ വൈറ്റമിൻ എ എന്നൊക്കെ അറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. ആൻറ്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്ന ആര് തന്നെയാണ്? വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? അത് നോർമൽ വിഷന് സഹായിക്കുന്നു, സ്കിന്നും ഐസും ഹെൽത്തി ആക്കി വയ്ക്കുന്നു, റോഡോപ്സിൻ്റെ എല്ലാം ഫോർമേഷനും കാരണമാകുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വൈറ്റമിൻ എയിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാഴ്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിൻ ആണല്ലേ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരുമ്പോൾ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും അത് കാഴ്ചയെ ബാധിക്കും. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വർണ്ണാന്തത എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്? അതായത് ചുവപ്പ്, നീല, പച്ച ഇതിലേതെങ്കിലും ഒരു കളറോ ഒന്നിൽ കൂടുതൽ കളറോ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് പലർക്കും പലതുപോലെ ആയിരിക്കും. ഇതിപ്പോൾ ഒരു ഉദാഹരണം പറയാണ്. നോർമൽ വിഷനുള്ള ആൾക്ക് ഇങ്ങനെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള അസുഖബാധിതനായിട്ടുള്ള ഒരാൾക്ക് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഗ്രീനിന് പകരം ഈ കളറായിരിക്കും, യെല്ലോയ്ക്ക് പകരം യെല്ലോ ഓക്കെ അതേ കളർ തന്നെ, റെഡിന് പകരം ഈ കളറായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതൊരു നോർമൽ വിഷനുള്ള ആൾക്കും ഒരു കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കും ഉള്ള വ്യത്യാസമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത എന്നുള്ളത് മലയാളത്തിൽ പറയും. അതെന്താണ്? മങ്ങിയ വെളിച്ചത്തിലും ഇരുട്ടിലും ഉണ്ടാകുന്ന കാഴ്ചക്കുറവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇതൊരു നോർമൽ വിഷനുള്ള ആൾക്ക് കാണുന്ന കാഴ്ചയാണ്. അതേസമയം ഇത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്ക് കാണുന്ന കാഴ്ചയാണ്. കിട്ടിയോ? ഇനി സിറോഫ്താൽമിയയും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. സിറോഫ്താൽമിയയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ടർ കവറിങ് ഉണ്ട്. ഇതിന് നമ്മൾ കോർണിയ എന്നാണ് പറയുന്നത്. ഈ കോർണിയയുടെ വരൾച്ചയ്ക്കും അതുപോലെ കോർണിയ ഹാർഡൻ ആവാനും ഏത് കാരണമാണ്? സിറോഫ്താൽമിയ കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് ഏത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോർണിയയുടെ ഭാഗം ഹാർഡൻ ചെയ്യുകയും അതുപോലെ അവിടെ വരൾച്ച വരികയും ചെയ്യുന്നു. ഇതാണ് സിറോഫ്താൽമിയയുടെ ലക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ബ്ലൈൻഡ്നെസ് ഉള്ളതുകൊണ്ട് അത് വൈറ്റമിൻ എയുടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. കാരണം വിഷന് സഹായിക്കുന്നതാണല്ലോ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. പക്ഷേ സിറോഫ്താൽമിയ നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഈ സിറോഫ്താൽമിയ ഈ പേരിൽ തന്നെ ഉണ്ടെന്ന് ഓഫ്താൽമിയ എന്നുള്ളത്. ഈ ഓഫ്താൽമിയ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? കണ്ണുമായി റിലേറ്റഡ് ആണ്. ഓഫ്താൽമോളജിസ്റ്റ്, നമ്മൾ കണ്ണിൻ്റെ ഡോക്ടറെ പറയുന്നതാണ്. ഓഫ്താൽമോളജി കണ്ണുകളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്നതാണ്. സോ ഇവിടെ ഓഫ്താൽമിയ എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ഇതിന് വൈറ്റമിൻ എയുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡർ ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വൈറ്റമിൻ എ സെറ്റ് അല്ലേ? ഇനി വൈറ്റമിൻ എയുടെ സോഴ്സസ് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ എയുടെ സോഴ്സാണ് ഇത് ക്യാരറ്റ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ക്യാരറ്റിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതായത് ബീറ്റ കരോട്ടിൻ
അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളിത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് ഇത് കൺവേർട്ട് ആവും? വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആവും. ഇതുകൂടാതെ ഫിഷ് ലിവർ ഓയിൽ, അതായത് മത്സ്യ എണ്ണകളിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ ഉണ്ട്. അതുപോലെ പാലിൽ വൈറ്റമിൻ എ ഉണ്ട്. ഇതുപോലെ ക്യാരറ്റിൻ്റെ പോലെ കളറുള്ള, അതായത് ഓറഞ്ച്, യെല്ലോ, റെഡ് കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ വൈറ്റമിൻ എ അല്ലെങ്കിൽ ബീറ്റ കരോട്ടിൻ്റെ സാന്നിധ്യമുണ്ട്. അത് ലിവറിലെത്തുമ്പോൾ എന്താവും? വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആവും. അതുപോലെ ലീഫി വെജിറ്റബിൾസിലും എന്തുണ്ട്? ധാരാളമായിട്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ വൈറ്റമിൻസിൻ്റെ സോഴ്സ് ഒന്നും പഠിക്കുന്നില്ല, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എത്രയും നിങ്ങൾ പഠിച്ചിരിക്കുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരറ്റും ഫിഷ് ഓയിലും, ഫിഷ് ലിവർ ഓയിലും. ഇത് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, ഈ ഫിഷ് ലിവർ ഓയിലും ക്യാരറ്റും. കിട്ടിയോ? അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. C4 കാൽസിഫെറോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഓക്കെ, സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനും ആര് തന്നെയാണ്? വൈറ്റമിൻ ഡി ആണ്. എന്തുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് വൈറ്റമിൻ ഡിയെ വിളിക്കാനുള്ള കാരണം നമ്മുടെ സ്കിന്ന് സൺലൈറ്റിനോട് എക്സ്പോസ് ആവുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ എന്ത് സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട്? വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്നിവിടെ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഫംഗ്ഷൻ എന്താണ്? കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അബ്സോർപ്ഷൻ ആര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? വൈറ്റമിൻ ഡി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഫോർമേഷനും ആര് കാരണമാവുന്നുണ്ട്? വൈറ്റമിൻ ഡി കാരണമാവുന്നുണ്ട്. അപ്പോൾ കാൽസിഫെറോൾ എന്നുള്ളതാണ് വൈറ്റമിൻ ഡിയുടെ കെമിക്കലിനെയും സൺഷൈൻ വൈറ്റമിൻ ആണ്. കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഫോർമേഷനും ആര് കാരണമാവുന്നുണ്ട്? വൈറ്റമിൻ ഡി കാരണമാവുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 2 അപര്യാപ്ത രോഗങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഒന്ന് റിക്കറ്റ്സ്, രണ്ടാമത്തത് ഓസ്റ്റിയോമലേഷ്യ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കാൽഷ്യം ഫോസ്ഫറസിൻ്റെയും ആഗിരണത്തിന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു? വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ എല്ലുകളിലുള്ളൊരു പ്രധാന ഘടകമാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്. അപ്പോൾ ഈ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും അബ്സോർപ്ഷൻ, ആഗിരണം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും എല്ലിനെന്റെയും ബലക്കുറവുണ്ടാവും, അല്ലെങ്കിൽ എല്ലിന് പല വിധത്തിലുള്ള ഡീഫോമിറ്റീസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളിൽ ബോണിലുണ്ടാവുന്ന ഡീഫോമിറ്റിയെ വിളിക്കുന്നതാണ് റിക്കറ്റ്സ്. കുട്ടികളിൽ ബോണിനുണ്ടാവുന്ന ഡീഫോമിറ്റിയെ വിളിക്കുന്ന ടേമാണ് ഇത് റിക്കറ്റ്സ്. അതായത് ഇതുപോലെ ഇരിക്കും റിക്കറ്റ്സ് ബാധിച്ച കുട്ടികളുടെ കാലെന്ന് പറയുന്നത്. അതായത് ബോൺ എന്ത് ചെയ്തിരിക്കും? ബെൻഡ് ചെയ്തിരിക്കും. ഇത്തരത്തിൽ അഡൾട്ട്സിൽ ഉണ്ടാകുന്ന ഡീഫോമിറ്റിയാണ് നമ്മൾ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. അവയുടെ സിംറ്റമാണ് സോഫ്റ്റ് ബോൺസ് ആൻഡ് ജോയിന്റ് പെയിൻ. ഓക്കെ, അപ്പോൾ 2 ഡെഫിഷ്യൻസി ഡിസോർഡർ അപര്യാപ്ത രോഗങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. റിക്കറ്റ്സ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഓർത്തിരിക്കാം. നമ്മൾ DC ബുക്സ് ഓൾറെഡി വൈറ്റമിൻ ഡി ഓർത്തിരിക്കാൻ പറഞ്ഞല്ലേ, അപ്പം ഒരു ഡോക്ടർ എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? റിക്കറ്റ്സും കൂടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വൈറ്റമിൻ ഡിയുടെ സോഴ്സസ് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട സോഴ്സാണ് ഇത് കോഡ് ലിവർ ഓയിൽ. എന്താണ് ഈ കോഡ് ലിവർ ഓയിൽ? ലിവർ ഓയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ എന്താണ് ഈ കോഡ് ലിവർ ഓയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹു എന്ന് പറഞ്ഞാൽ ഫിഷിനെ വിളിക്കുന്ന മറ്റൊരു ടൈമാണ് ഇത് കോഡ്. അപ്പോൾ രോഹു എന്ന് പറഞ്ഞാൽ ആ ഫിഷിൻ്റെ ലിവർ ഓയിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഡ് ലിവർ ഓയിൽ എന്ന് പറയുന്നത്. ഇതിൽ ധാരാളമായിട്ട് എന്ത് അടങ്ങിയിട്ടുണ്ട്? വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫിഷിൽ, അതുപോലെ ലിവറിൽ, എഗ് യോക്കിൽ, ബട്ടറിൽ, അതുപോലെ മിൽക്കിൽ, ഇതിലെല്ലാം ധാരാളമായിട്ട് എന്ത് അടങ്ങിയിരിക്കുന്നു? വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഓർത്തിരിക്കാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോഡ് ലിവർ ഓയിൽ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. T4 ടോക്കോഫിറോൾ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്തിരിക്കാം. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനും ആര് തന്നെയാണ്? വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, ഈ വൈറ്റമിൻ ഇ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിൻ്റെ ആവശ്യമായിട്ടൊരു വൈറ്റമിനാണ്. അതുകൊണ്ടാണ് വൈറ്റമിൻ ഇയെ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നുകൂടെ വിളിക്കുന്നത്. ഇനി ഇവർ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്? എന്താണ് ഓക്സിഡൻറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ കെമിസ്ട്രിയിൽ ഓക്സിഡേഷൻ എന്താണ്? അഡീഷൻ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന പോലെ പറയുകയാണെന്നുണ്ടെങ്കിലോ, അതായത് ഇപ്പോൾ നമ്മൾ ആപ്പിള് കട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിലൊരു ബ്രൗണിങ് ഉണ്ടാവും, ഒരു ബ്രൗൺ കളർ വരില്ലേ? അവിടെ നടക്കുന്നത് ഓക്സിഡേഷനാണ്. അതുപോലെ എണ്ണ ഈർപ്പവുമായിട്ട് അല്ലെങ്കിൽ എയറുമായി റിയാക്ട് ചെയ്തിട്ട് ചില സമയത്ത് എന്തുണ്ടാവും? ഒരു പൊട്ട ഫ്ലേവർ വരും, കാറിൽ വരും. ഇതെന്തുകൊണ്ടാണ്? ഓക്സിഡേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓക്സിഡേഷൻ നമ്മുടെ ബോഡിയിലെ ഇപ്പോൾ സെൽസുകൾക്കോ ബോഡിയിലെ ടിഷ്യൂസിനോ സംഭവിക്കുകയാണെങ്കിലോ പലതരത്തിലുള്ള ഡാമേജ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിന്നിനും അതുപോലെ പല സെൽസിനും എന്തുണ്ടാവും? വിവിധ തരത്തിലുള്ള ഡാമേജ് ഉണ്ടാവും. ഇത്തരം ഡാമേജുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാര്? ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഓക്സിഡേഷൻ പ്രോസസ്സുകളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ് ആര്? ആൻറ്റി ഓക്സിഡൻസ്.
ക്ലിയർ ആണോ? അപ്പോൾ വൈറ്റമിൻ ഇ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ എന്തെന്നൂടെ വിളിക്കുന്നുണ്ട്? ബ്യൂട്ടി വൈറ്റമിൻ എന്നൂടെ വിളിക്കുന്നുണ്ട്. അപ്പം വൈറ്റമിൻ ഇ മാത്രമാണ് ആൻറ്റി ഓക്സിഡൻസ്? അല്ല, വൈറ്റമിൻ സി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ ബീറ്റാ കരോട്ടിനും ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പക്ഷേ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് വിളിക്കുന്നത് ആരെ മാത്രമാണ്? വൈറ്റമിൻ ഇയെ മാത്രമാണ്. കിട്ടിയോ? ഓക്കെ, ഇനി വൈറ്റമിൻ ഇയുടെ സോഴ്സാണ് വെജിറ്റബിൾ ഓയിൽ, അതായത് വെജിറ്റബിൾ സസ്യ എണ്ണകളൊക്കെ ഇതിൻ്റെ സോഴ്സാണ്, വൈറ്റമിൻ ഇയുടെ സോഴ്സാണ്. അതായത് വെജിറ്റബിൾ ഓയിൽസ് ലൈക്ക് വീജം ഓയിൽ, അതുപോലെ സൺഫ്ലവർ ഓയിലിലെല്ലാം ധാരാളമായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? വൈറ്റമിൻ ഇ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൈറ്റമിൻ ആണ് ആര്? വൈറ്റമിൻ കെ. കെ എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു, കേരള പോലീസിന് ഓർത്താൽ മതി, പി ഫോർ ഫില്ലോക്വിനോൺ. ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. വൈറ്റമിൻ കെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിനാണ് വൈറ്റമിൻ കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് ഈ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രക്തം കട്ട പിടിക്കുന്നതിനാണ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. കെ കട്ട പിടിക്കുക, അപ്പോൾ വൈറ്റമിൻ കെ കട്ട പിടിക്കുക, അങ്ങനെ പറഞ്ഞ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിനാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? വൈറ്റമിൻ കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെയുള്ളത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് വൈറ്റമിൻ കെ ഈസ് സിന്തസൈസ്ഡ് ബൈ ബാക്ടീരിയ ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭൂരിഭാഗം വൈറ്റമിൻസും നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിലെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില ബാക്ടീരിയകൾ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. കിട്ടിയോ? ഓക്കെ, ഇനി ഇവിടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന കണ്ടീഷൻ എന്താണ്? അതായത് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുണ്ടാവും, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ ഒരുപാട് സമയം എടുക്കുന്ന അവസ്ഥയുണ്ടാവും. ഓക്കെ, അപ്പോൾ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ ഒരുപാട് സമയം എടുക്കുന്ന അവസ്ഥയുണ്ടാവും. ആരുടെ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത്? വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത്. ഓക്കെ, ഇനി വൈറ്റമിൻ കെയുടെ സോഴ്സ് ഏതാണ്? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് വൈറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വൈറ്റമിൻ ആണ് ആര്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഓർത്തിരുന്നാൽ മതി. അപ്പം എ ഫോർ അസ്കോർബിക് ആസിഡ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ആര്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം ഏതാണ്? അസ്കോർബിക് ആസിഡ്. ഇവർ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ കോമൺ കോൾഡിന്, അതായത് ജലദോഷത്തിനൊക്കെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ആര്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സിയിൽ സി ഉണ്ട്, കോമൺ കോൾഡിലും സി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിരിക്കാൻ പഠിക്കുക. അത് മാത്രമല്ല, വൂണ്ടൊക്കെ ഉണ്ടായാൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിനും കൂടെയാണ് ആര്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസുകൾ നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഡെഫിഷ്യൻസി ഡിസീസാണ് എന്ത്? സ്കർവി. ഓക്കെ, സ്കർവി. ഇത് എക്സാമിന് ഒരുപാട് തവണ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് എന്ത്? സ്കർവി എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് എന്ത്? ബ്ലീഡിംഗ് ഗം എന്ന് പറയുന്നത്. ഇതാണ് ബ്ലീഡിംഗ് ഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോണയിൽ നിന്നുള്ള രക്തസ്രാവത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്ലീഡിംഗ് ഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മുറിവുകൾ ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കും കൂടെ ചെയ്യും വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത്. ക്ലിയർ അല്ലേ? ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ സോഴ്സ് ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. വൈറ്റമിൻ സിയുടെ സോഴ്സ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. പക്ഷേ ഇത് പക്ഷേ അങ്ങനെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, വെസ്റ്റ് ഇന്ത്യൻ ചെറിയിൽ ധാരാളമായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? വൈറ്റമിൻ സി കാണപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും എക്സാമിന് പഠിച്ചിരിക്കണം. നെല്ലിക്ക. നെല്ലിക്കയെ വിളിക്കുന്ന ഇംഗ്ലീഷ് ടേംസ് ആണ് അംലയും അതുപോലെ ഇന്ത്യൻ ഗൂസ്ബെറിയും. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ അംല എന്നായിരിക്കില്ല തരിക, ഇന്ത്യൻ ഗൂസ്ബെറി എന്നായിരിക്കും തരിക. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സംശയിക്കരുത്. ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറയുന്നത് എന്താണ്? നെല്ലിക്കയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം നെല്ലിക്കയിൽ ധാരാളമായിട്ട് എന്ത് അടങ്ങിയിട്ടുണ്ട്? വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മറ്റൊരു ഫ്രൂട്ടിലും ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതേതാണ്? സിട്രസ് ഫ്രൂട്ട്സ്. എന്താണ് ഈ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്? അതായത് ഓറഞ്ച്, ലെമൺ, ലൈം, മുസമ്പി ഇതുപോലെയുള്ള നാരങ്ങവർഗ്ഗ വിളകളുണ്ടല്ലോ, അവയെ കളക്റ്റീവായിട്ടാണ് നമ്മൾ സിട്രസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സിലും എന്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്? വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ കോമൺ കോൾഡിൽ സി ഉണ്ട്, അതുപോലെ സ്കർവിയുടെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ സിട്രസ് ഫ്രൂട്ട്സിൽ സി ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ചെറിയിൽ സി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ സിയുടെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അസ്കോർബിക് ആസിഡാണ് കെമിക്കൽ നെയിം.
നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. കോമൺ കോൾഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സ്കർവിയാണ് പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. അതിൻ്റെ സിംറ്റമാണ് ബ്ലീഡിംഗ് ഗം എന്ന് പറയുന്നത്. അത് മാത്രമല്ല മുറി വണങ്ങാൻ ഒരുപാട് സമയം എടുക്കും കൂടെ ചെയ്യും. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത വൈറ്റമിൻ സിയുടെ സോഴ്സ് ആണ് ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി, അതുപോലെ നെല്ലിക്ക, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ്. ഇത്രയും കിട്ടിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. ഇത് കൂടാതെ വൈറ്റമിൻ സിയിലും മറ്റ് കുറച്ച് പോയിന്റ്സും കൂടെ പറയാനുണ്ട്. ആദ്യമായിട്ട് കൃത്രിമമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള വൈറ്റമിൻ സി ആണ്. ആദ്യമായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിച്ച വൈറ്റമിനാണ് ആര്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ അയണിൻ്റെ അബ്സോർപ്ഷനും അതുപോലെ യൂട്ടിലൈസേഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് ആര്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ കൂടിയാണ് ആര്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം. സി ഫോർ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർത്തിരിക്കാം. അതുപോലെ സ്കർവി എങ്ങനെ ഓർത്തിരിക്കാം? വൈറ്റമിൻ സി സ്കർവി രണ്ടിന് സ ഉണ്ട്. അതല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം എന്താണ്? അസ്കോർബിക് ആസിഡ് ആണല്ലേ. അപ്പോൾ സ്കോർബിക്, സ്കർവി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ വൈറ്റമിൻ സി കഴിഞ്ഞു. ഇനി നമുക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സിലെ വൈറ്റമിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വൈറ്റമിൻ B1 ഏതാണ്? തൈമിൻ. T4 തൈമിൻ. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. തവിടിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ് എന്ത്? തൈമിൻ. നമ്മൾ T1 എന്ന് പറയുന്നത് എന്താണ്? B1 എന്ന് പറയുന്നത് എന്താണ്? തൈമിനാണ്. തവിടിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? തൈമിനാണ്. തവിടിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? തൈമിനാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ റൈസ് പോളിഷ് ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിനാണ് ആര്? തൈമിൻ എന്ന് പറയുന്നത്. ഇത് പോളിഷ് ചെയ്യാത്ത റൈസും ഇത് പോളിഷ്ഡ് റൈസാണ്. അപ്പോൾ ഇതിൽ തവിടിൽ ധാരാളമായിട്ട് എന്ത് അടങ്ങിയിട്ടുണ്ട്? തൈമിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പോളിഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന അസുഖമാണ് എന്ത്? ബെറിബറി എന്ന് പറയുന്നത്. അതായത് വൈറ്റമിൻ B1 തൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന അസുഖമാണ് ബെറിബറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ബെറിബറി? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സിംറ്റം? അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇത് ഹാർട്ടിനെയും നെർവിനെയാണ് ബാധിക്കുന്നത്. മസിൽസ് വീക്കൻ ചെയ്തു പോവുക, അതുപോലെ വെരി ലിറ്റിൽ എനർജി ടു വർക്ക്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വിശപ്പില്ലായ്മ, അതുപോലെ റിട്ടാർഡഡ് ഗ്രോത്ത്. ഇതെല്ലാം എന്തിൻ്റെ സിംറ്റമാണ്? ബെറിബറിയുടെ സിംറ്റമാണ്. അതിൽ തന്നെ വീക്ക് മസിലും അതുപോലെ വെരി ലിറ്റിൽ എനർജി ടു വർക്ക് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പഠിച്ചിരിക്കുക. ഹാർട്ടിനെയും നെർവിനെയാണ് എന്ത് ബാധിക്കുന്നത്? ബെറിബറി എന്ന് പറഞ്ഞ അസുഖം ബാധിക്കുന്നത്. എങ്ങനെയാണ് ഈ ബെറിബറി എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകുന്നത്? വൈറ്റമിൻ B1 തൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ബെറിബറി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ B1 ആൻറ്റി ബെറിബറി വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിനാണ് വൈറ്റമിൻ B2 എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞു TRN, R ഫോർ റൈബോഫ്ലേവിൻ. വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന വൈറ്റമിനും ആര് തന്നെയാണ്? വൈറ്റമിൻ B2 ആണ്, അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ ആണ് വൈറ്റമിൻ G എന്നുകൂടെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ചിലോസിസ് ആൻഡ് മൗത്ത് അൾസേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ചിലോസിസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്കറിയാം ചില സമയത്ത് ചിലരിൽ കാണാം ഈ നമ്മുടെ മൗത്തിൻ്റെ അല്ലെങ്കിൽ ലിപ്പിൻ്റെ ഈ എഡ്ജിലായിട്ട് അല്ലെങ്കിൽ കോർണേഴ്സിലായിട്ട് എന്ത് കാണാം? ഫിഷറിങ് കാണാം. ഇത് എന്തിൻ്റെ സിംറ്റമാണ്? ചീലോസിസിൻ്റെ സിംറ്റമാണ്. അതുപോലെ വായ്പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസേഴ്സിനും ആര് കാരണമാകുന്നുണ്ട്? വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ്റെ അപര്യാപ്തത കാരണമാകുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വൈറ്റമിൻ B3 എന്ന് പറയുന്നത് എന്താണ്? N ഫോർ നിയാസിൻ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് എന്ത്? പെല്ലഗ്ര. വൈറ്റമിൻ B3യുടെ അല്ലെങ്കിൽ നിയാസിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് എന്ത്? പെല്ലഗ്ര. ഇവിടെ പ്രധാനമായിട്ടും അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പെല്ലഗ്രയുടെ സിംറ്റംസ് 3Ds എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഏതൊക്കെയാണ്? 3 Ds: ഡയേറിയ, ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ. ഡയേറിയ, ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ. ഇത് മൂന്നുമാണ് പെല്ലഗ്രയുടെ 3Ds എന്നറിയപ്പെടുന്ന സിംറ്റം. ഈ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അസുഖമാണ്. ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഓർമ്മക്കുറവും അങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് കാണിക്കുന്ന പെല്ലഗ്രയുടെ മറ്റൊരു സിംറ്റമാണ്. ഓക്കെ, ഇനി വൈറ്റമിൻ B5, B6, B7 നിങ്ങൾ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി. കാരണം ഈ ഭാഗത്ത് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ഉദ്ദേശിക്കുന്നത് കെമിക്കൽ നെയിം അല്ല ഉദ്ദേശിച്ചത്. ഈ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ സോഴ്സോ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതിന് എല്ലാം കഴിഞ്ഞിട്ടുള്ള ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ മതി. ഓക്കെ, വൈറ്റമിൻ B5 എന്ന് പറഞ്ഞാൽ പാൻറ്റോതെനിക് ആസിഡ് ആണ്. ഇൻസോമിനിയ ഡിപ്രഷനുമാണ് അതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. ഇൻസോമിനിയ എന്ന് പറയുന്നത് എന്താണ്? ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കക്കുറവാണ്. ഇനി വൈറ്റമിൻ B6 എന്ന് പറയുന്നത് എന്താണ്? പിരിഡോക്സിൻ ആണ്. പ്രോട്ടീൻ മെറ്റബോളിസത്തിനാണ് ഇവർക്ക് പ്രധാനപ്പെട്ട പങ്കുള്ളത്.
ഇനി വൈറ്റമിൻ B7 അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ബയോട്ടിൻ എന്ന് പറയുന്നത്. വൈറ്റമിൻ B7 വിളിക്കുന്ന മറ്റൊരു ടേമാണിത് വൈറ്റമിൻ എച്ച് അല്ലെങ്കിൽ ബയോട്ടിൻ. അപ്പോൾ ഫാറ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ മെറ്റബോളിസത്തിലാണ് ആർക്ക് റോൾ ഉള്ളത്? വൈറ്റമിൻ B7 റോൾ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ B9. വൈറ്റമിൻ B9 കെമിക്കൽ നെയിം ഏതാണ്? ഫോലിക് ആസിഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇവരുടെ റോൾ എന്താണ്? സിന്തസിസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്, മെച്ചുറേഷൻ ഓഫ് RBC, അതുപോലെ നെസസറി ഡ്യൂറിങ് പ്രഗ്നൻസി. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പ്രഗ്നൻസി സമയത്ത് പ്രഗ്നന്റ് ലേഡീസിന് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന വൈറ്റമിൻ ആണ് ആര്? B9 അല്ലെങ്കിൽ ഫോലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കും? അതായത് ഭ്രൂണാവസ്ഥയിലിരിക്കുന്ന കുട്ടിക്ക് ന്യൂറൽ ട്യൂബ് ഡിസോർഡർ ഉണ്ടാവും. എന്താണ് ന്യൂറൽ ട്യൂബ് പറയുന്നത്? അതായത് കുഞ്ഞുങ്ങളുടെ ബ്രെയിനും അതുപോലെ സ്പൈനൽ കോഡും കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂറൽ ട്യൂബ് എന്ന് വിളിക്കുന്നത്. ഇതിന് വിവിധ തരത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ടാവും. അതുപോലെ കുട്ടി ചിലപ്പോൾ പ്രിമച്വർ ബർത്ത് ആയിരിക്കും, അതായത് കുഞ്ഞ് ചിലപ്പോൾ മാസം തികയുന്നതിന് മുൻപേ ജനിക്കാം. അതേപോലെ ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കാം. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രഗ്നന്റ് ലേഡീസിന് തുടക്കം മുതൽക്ക് തന്നെ എന്ത് കൊടുക്കുന്നത്? വൈറ്റമിൻ B9 അല്ലെങ്കിൽ ഫോലിക് ആസിഡിന്റെ സപ്ലിമെന്റ്സ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു മെച്ചുറേഷൻ ഓഫ് RBCയിൽ ആർക്ക് പങ്കുണ്ട്? ഫോലിക് ആസിഡിന് പങ്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, അതായത് ഈ വൈറ്റമിൻ B9 കുറഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും RBCയുടെ പ്രൊഡക്ഷൻ അത് ബാധിക്കും അല്ലേ? അപ്പോൾ എന്തുണ്ടാവും? വിളർച്ച ഉണ്ടാവും. എപ്പോഴാണ് വിളർച്ച ഉണ്ടാവുക? എന്താണ് വിളർച്ച? വിളർച്ച എന്ന് പറഞ്ഞാൽ അനീമിയ. ഇത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം? ഹീമോഗ്ലോബിൻ കുറഞ്ഞാലുണ്ടാവാം, RBC കുറഞ്ഞാലുണ്ടാവാം, അതുപോലെ അയേണിന്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലും എന്തുണ്ടാവാം? അനീമിയ ഉണ്ടാവാം. അപ്പം ഈ അനീമിയ എന്താണ് വിളിക്കുന്നത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഈ ടേമിൽ നോക്കൂ, ടേം എങ്ങനെയാണ് തുടങ്ങുന്നത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണല്ലോ പറയുന്നത്. ഈ മെഗാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെഗാ എന്ന് പറഞ്ഞാൽ വലിയ എന്നുള്ള മീനിങ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ മെഗലോബ്ലാസ്റ്റിക് അനീമിയയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന RBC എന്ന് പറയുന്നത് താരതമ്യേന വലിയ RBC ആയിരിക്കും, പക്ഷേ എണ്ണത്തിൽ കുറവായിരിക്കും. പക്ഷെ സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുന്ന RBC എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോർമൽ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന RBC എങ്ങനെയായിരിക്കും? എണ്ണത്തിൽ ഒരുപാട് ഉണ്ടാവും, പക്ഷെ സൈസ് കൊണ്ട് ചെറുതായിരിക്കും. പക്ഷേ മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉള്ളവർക്ക് ഉണ്ടാകുന്ന RBC എണ്ണത്തിൽ വളരെ കുറവായിരിക്കും, പക്ഷെ വലുതായിരിക്കും. വലുതായതുകൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക്, മെഗാ എന്നുള്ള അർത്ഥം വരെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ വൈറ്റമിൻ B9 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോലിക് ആസിഡ് ന്യൂക്ലിക് ആസിഡ് സിന്തസൈസിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് ന്യൂക്ലിക് ആസിഡ്? ഇപ്പോൾ DNA-യും RNA-യും ഒക്കെ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ആണ്. അതുപോലെ RBCയുടെ മെച്ചുറേഷനിൽ പങ്കുണ്ട്. അതുപോലെ പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട വൈറ്റമിനാണ് ആര്? വൈറ്റമിൻ B9 എന്ന് പറയുന്നത്. ഭ്രൂണാവസ്ഥയിലിരിക്കുന്ന കുട്ടിക്ക് ന്യൂറൽ ട്യൂബ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. അതുപോലെ മാസം തികയുന്നതിന് മുൻപേ കുഞ്ഞിൻ്റെ ബർത്ത് ഉണ്ടാവാം, ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കാം കുഞ്ഞിന്. അതുപോലെ മെഗലോബ്ലാസ്റ്റിക് അനീമിയയ്ക്കും ആര് കാരണമാകുന്നുണ്ട്? വൈറ്റമിൻ B9 കാരണമാകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ FM എന്ന് പറഞ്ഞിട്ട് ഓർത്തിരിക്കാം. അതായത് ഫോലിക് ആസിഡ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ഫോലിക് ആസിഡ് F4, ഫോലിക് ആസിഡ് M4, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇതെന്താ ഇങ്ങനെ പഠിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി തൊട്ടടുത്ത് B12 നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? മറ്റൊരു അനീമിയ പഠിക്കാനുണ്ട്. അത് പെർനീഷ്യസ് അനീമിയാണ്. അപ്പോൾ അതും ഇതും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഫോലിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന അനീമിയെ FM എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? സയനോകൊബാലമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന വൈറ്റമിനാണ് ആര്? വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന മിനറൽ അല്ലെങ്കിൽ മെറ്റലാണ് ഇത്? കൊബാൾട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി RBCയുടെ ഫോർമേഷന് ആർക്കും പങ്കുണ്ട്? വൈറ്റമിൻ B12-നും പങ്കുണ്ട്. ഓക്കെ, ഇനി വൈറ്റമിൻ B12-ൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അനിമൽ ഒറിജിൻ ആയിട്ടുള്ള ഫുഡിൽ മാത്രമേ എന്ത് കാണപ്പെടുന്നുള്ളൂ? വൈറ്റമിൻ B12 കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വേഗൻസിൻ്റെ ഇടയിൽ എന്തിനുള്ള റിസ്ക് കൂടുതലാണ്? വൈറ്റമിൻ B12-ൻ്റെ ഡെഫിഷ്യൻസിക്കുള്ള റിസ്ക് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ഇവരുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ വൈറ്റമിൻ B12 സയനോകൊബാലമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ്. ഓക്കെ, പെർനീഷ്യസ് അനീമിയ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു B9-ന്റെ കേസിൽ എന്താണ് പറഞ്ഞത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആയിരുന്നു. B12-ന്റെ കാര്യത്തിൽ ഏതായിരുന്നു പറഞ്ഞത്? പെർനീഷ്യസ് അനീമിയ ആയിരുന്നു. ഇനി വൈറ്റമിൻ B12-ന്റെ സോഴ്സ് ഏതൊക്കെയാണ്? ലിവർ, മിൽക്ക്, എഗ്, ഫിഷ്. ഇതെല്ലാം എന്താണ്? അനിമൽ ഒറിജിൻ ആയിട്ടുള്ള സോഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള വേഗൻസിനൊക്കെ വൈറ്റമിൻ 12-ന്റെ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും കൂടെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഭൂരിഭാഗം വൈറ്റമിൻസും എന്താണ് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ D നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൺലൈറ്റിൻ്റെ എക്സ്പോഷർ കിട്ടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ വെച്ചിട്ട് വൈറ്റമിൻ D സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട്.
ഓക്കെ. പിന്നെ നിയാസിൻ എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രിപ്റ്റോഫാൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്, ട്രിപ്റ്റോഫാൻ്റെ അമിനോ ആസിഡാണ്. ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് കൺവേർട്ട് ചെയ്തിട്ടും എന്ത് ഉണ്ടാക്കാം, നിയാസിൻ വൈറ്റമിൻ സിന്തസൈസ് ചെയ്യാം. ഓക്കെ. ഇനി വൈറ്റമിൻ കെ ആൻഡ് ബയോട്ടിൻ. വൈറ്റമിൻ കെയും ബയോട്ടിനും നമ്മുടെ ഗട്ടിൽ ജീവിക്കുന്ന ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്, സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇങ്ങനൊരു കാര്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സെർട്ടൻ ബാക്ടീരിയ റിസൈഡിങ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രൊഡ്യൂസ് സബ്സ്റ്റൻസ് ലൈക്ക് വൈറ്റമിൻ കെ. ഇത് എക്സാമിന് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മുടെ വൈറ്റമിൻസിൽ വരുന്ന ആൻറ്റി ഓക്സിഡൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, വൈറ്റമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതിൽ തന്നെ വൈറ്റമിൻ ഇയെ നമ്മൾ ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് വിളിക്കുന്നത്. ബീറ്റാ കരോട്ടിൻ ഏതാണ്? പ്രീകഴ്സർ ഓഫ് വൈറ്റമിൻ എ അല്ലെങ്കിൽ പ്രോ വൈറ്റമിൻ എ എന്നൊക്കെ അറിയപ്പെടുന്ന വൈറ്റമിനാണ് ആര്? ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും എന്താണ്? ആൻറ്റി ഓക്സിഡൻസ് ആണ്. അത് കിട്ടിയോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ എക്സാമിന് വേണ്ടി ഒരു ക്വസ്റ്റൻ ആയിട്ട് തന്നെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. ഇനി ഈ ഭാഗത്ത് വന്നൊരു മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് പരിചയപ്പെടാം. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അതെന്താണ്? അതൊരു കൈൻഡ് ഓഫ് ഫുഡ് അഡിറ്റീവ് ആണ്. അപ്പോൾ എന്താണ് ഈ ഫുഡ് അഡിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫുഡ് അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ പല പർപ്പസുകൾക്കായിട്ട് നമ്മുടെ ഫുഡിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കുന്ന കെമിക്കൽസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫുഡ് അഡിറ്റീവ് എന്ന് പറയാം. അത് പല പർപ്പസിനായിട്ട്, ചിലപ്പോൾ കളറിന് വേണ്ടിയിട്ടാവും, ചിലപ്പോൾ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാവും. ഇത്തരത്തിൽ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഫുഡിൽ ചേർക്കുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫുഡ് അഡിറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ഇത്തരത്തിലുള്ള ഫുഡ് അഡിറ്റീവ്സിന് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് നമ്മൾ യൂറോപ്പ് നമ്പർ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇ നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ അസ്കോർബിക് ആസിഡിന് ഒരു ഇ നമ്പർ ഉണ്ട്, E300. ടോക്കോഫിറോളിന് അതുപോലെ ഇ നമ്പർ ഉണ്ട്, E306 to 309 ആണ്. ബീറ്റാ കരോട്ടിനും ഇ നമ്പർ ഉണ്ട്, അത് ഇതാണ് E160A ആണ്. ഇതെന്തിനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബാക്കി രണ്ടെണ്ണത്തിനെയും കൂടെ കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ നമ്പർ എന്താണ്? നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ ഫുഡ് അഡിറ്റീവ്സിന് കൊടുത്തിട്ടുള്ള കോഡാണ് ഈ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് അഡിറ്റീവായിട്ടും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത്രയും ക്ലിയർ അല്ലേ? ഇനി ഇത് എക്സാമിന് ഇനി പറയുന്നത് എക്സാമിന് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇൻ കേസ് ചോദിച്ചാലെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുന്നതാണ്. വൈറ്റമിൻസ് ചില മെഡിക്കൽ യൂസസിനും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിയാസിൻ എന്തിനാണ്? ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി സോറിയാസിസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഡെറിവേറ്റീവ്സ് ഓഫ് വൈറ്റമിൻ എ ആക്നെ അല്ലെങ്കിൽ വേരിയസ് സ്കിൻ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അതൊരു എക്സാമിന് ചോദിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള ടേബിൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് റെഫർ ചെയ്തിട്ടും പഠിക്കാം. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബെറിബറി പഠിക്കണം, സ്കർവി പഠിക്കണം, റിക്കറ്റ്സ് പഠിക്കണം. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇതാണ് എക്സാമിന് ചോദിച്ചുള്ളത്, വീക്ക് മസിൽസ് ആൻഡ് വെരി ലിറ്റിൽ എനർജി ടു വർക്ക്. ഈ ഭാഗം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ബെറിബറിയുടെ കാര്യത്തിൽ സിംറ്റം ഇത് ഇതേപോലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫിഷ് ലിവർ ഓയിൽ, ക്യാരറ്റ് അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലാസ്സിൽ പറയാതിരുന്നൊരു കാര്യം ഈസ്റ്റ്, അതായത് വൈറ്റമിൻ B1, B6 അങ്ങനെ ബി വൈറ്റമിനിൽ എന്തുണ്ട്? ബിയിലെ പല വൈറ്റമിൻസിലും ഈസ്റ്റ് സോഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ സിട്രസ് ഫ്രൂട്ട്സ് അംല വൈറ്റമിൻ സിയുടെ സോഴ്സ് ആണെന്നുള്ളത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു സംഭവമാണ് വൈറ്റമിൻ ഇയുടെ കാര്യം. വൈറ്റമിൻ ഇ സസ്യ എണ്ണകളിലാണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത്. വീറ്റ് ജം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ പോലെയുള്ള സസ്യ എണ്ണകളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന വൈറ്റമിനാണ് ആര്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഓക്കെ. അത്രയും കിട്ടിയോ? അപ്പോൾ ഇതും NCERTയിലെ ടേബിളാണ്. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് തോന്നും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ വളരെ ചുരുക്കി നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ നോട്ടിലേക്ക് കൊള്ളിക്കാവുന്ന തരത്തിലൊരു നോട്ട് ഉണ്ടാക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളിതെല്ലാം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൽ നിങ്ങൾ ഇതിനെന്നല്ല ഏതൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ലാസ്റ്റ് പേജിൽ ഒരു പേജ് നിങ്ങൾ ഇത്രയും നേരം പ്രിപ്പയർ ചെയ്ത നോട്ടിനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്ത് ചെയ്യാൻ? ഒരു റിവിഷൻ ക്യാപ്സ്യൂൾ പോലെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് റിവിഷന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ വൈറ്റമിൻ്റെ സമ്മറിയാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ആകെ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നോട്ട് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? വൈറ്റമിൻസ് പഠിച്ചു, വൈറ്റമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ക്ലാസിഫിക്കേഷനിൽ
വൈറ്റമിനിലെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആൻഡ് വാട്ടർ സോലുബിൾ വൈറ്റമിൻ. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ KEDA നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിവറിലും അഡിപ്പോസ് ടിഷ്യൂലും സ്റ്റോർ ചെയ്യാൻ പറ്റും. വാട്ടർ സോലുബിൾ വൈറ്റമിൻ BC ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതിൽ എക്സെപ്ഷനാണ് B12. ഇവയെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, യൂറിനിലൂടെ ഇവരെ എക്സ്ക്രീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവയെ റെഗുലറായിട്ട് കൺസ്യൂം ചെയ്യേണ്ടി വരും. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ KEDA 13 വൈറ്റമിനിൽ 4 വൈറ്റമിനാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. അതിൽ തന്നെ വൈറ്റമിൻ എയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു AR റഹ്മാൻ എന്ന് ഓർത്താൽ മതി, R for റെറ്റിനോൾ. ഓക്കെ, കണ്ണിൻ്റെയും സ്കിന്നിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ A എന്ന് പറയുന്നത്. ആൻറ്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ ആണ്. അതുപോലെ ബീറ്റാ കരോട്ടിൻ പ്രീകഴ്സർ ഓഫ് വൈറ്റമിൻ A അല്ലെങ്കിൽ പ്രോ വൈറ്റമിൻ A എന്നൊക്കെ അറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റാ കരോട്ടിൻ. വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് കളർ ബ്ലൈൻഡ്നെസ്, സിറോഫ്താൽമിയ ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എയുടെ സോഴ്സ് ആണ് ക്യാരറ്റ്, കോഡ് ലിവർ ഓയിൽ, മിൽക്ക്. ഇനി വൈറ്റമിൻ DC ബുക്സ് ഓർത്താൽ മതി എന്ന് പറഞ്ഞു. C for കാൽസിഫെറോൾ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അബ്സോർപ്ഷന് കാരണമാകുന്നതും അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയിലെല്ലാം പങ്കുള്ളതുമായിട്ടുള്ള വൈറ്റമിനാണ് ആര്, വൈറ്റമിൻ D എന്ന് പറയുന്നത്. അതിൻ്റെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. ഇവിടെ നമ്മൾ ഡോക്ടർ എന്ന് കൂടെ ഓർത്താൽ മതി. ഇപ്പോൾ D R for റിക്കറ്റ്സ് എന്ന് കൂടെ ഓർത്തിരിക്കാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൈറ്റമിൻ E ടി വരുന്ന ഓർത്താൽ മതി. T for ടോക്കോഫെറോൾ. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ്, ബ്യൂട്ടി വൈറ്റമിൻ ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സെൽ മെമ്പറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വൈറ്റമിൻ E ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വൈറ്റമിൻ ഇയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന കണ്ടീഷനാണ് സ്റ്റെറിലിറ്റി. നെക്സ്റ്റ് വൈറ്റമിൻ P for കേരള പോലീസിലെ P for എന്താണ്, ഫില്ലോക്വിനോൺ. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന അവസ്ഥ വൈറ്റമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ചില ബാക്ടീരിയകൾ എന്ത് സിന്തസൈസ് ചെയ്യുന്നുണ്ട്, വൈറ്റമിൻ K സിന്തസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി വാട്ടർ സോലുബിൾ വൈറ്റമിൻ 13 വൈറ്റമിനിൽ 9 വൈറ്റമിൻ വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. വൈറ്റമിൻ B1, B2, B3 നമ്മൾ ട്രെയിനിൽ ഓർത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു. T for തൈമിൻ, R for റൈബോഫ്ലേവിൻ, N for നിയാസിൻ. ഓക്കെ, തൈമിൻ തവിടിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ് തൈമിൻ. അതുപോലെ പോളിഷിങ്ങിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിനും എന്താണ്, തൈമിൻ ആണ്. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ് ഇത് ബെറിബറി. റൈബോഫ്ലേവിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡർ ചിലോസിസ് ആൻഡ് മൗത്ത് അൾസർ. ഇനി നിയാസിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ് പെല്ലഗ്ര. അതിൻ്റെ സിംറ്റം ആണ് 3Ds എന്നറിയപ്പെടുന്ന ഡയറിയ, ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ. ഇനി B5 പാൻറ്റോത്തനിക് ആസിഡ് നമ്മൾ പറഞ്ഞു. പെൻറ്റഗൺ എന്നുള്ളത് ഓർക്കുക, അല്ലെങ്കിൽ പെൻറ്റൈൻ, പെൻറ്റൈൻ എന്നുള്ളത് ഓർക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ്. B9 ഫോലിക് ആസിഡ്, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇവിടെ നമ്മൾ FM എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഫോലിക് ആസിഡ്, മെഗലോബ്ലാസ്റ്റിക്, FM എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. പ്രഗ്നൻസി പീരീഡിൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിനും ആര് തന്നെയാണ്, B9 അല്ലെങ്കിൽ ഫോലിക് ആസിഡ് ആണ്. നെക്സ്റ്റ് B12 സൈനോകൊബലമിൻ അല്ലെങ്കിൽ കൊബലമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന B12. അനിമൽ ഒറിജിൻ ആയിട്ടുള്ള ഫുഡിൽ മാത്രം കാണപ്പെടുന്ന വൈറ്റമിനാണ് ആര്, വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. സൈനോകൊബലമിനിൽ കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്. RBCയുടെ ഫോർമേഷനിൽ പങ്കുണ്ട്. അപ്പം B12ൻ്റെ അപര്യാപ്തത പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ അനീമിയയ്ക്ക് കാരണമാകുന്നു. വൈറ്റമിൻ C അസ്കോർബിക് ആസിഡാണ് അതിൻ്റെ കെമിക്കൽ നെയിം. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തിരുന്നാൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കർവിയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപര്യാപ്ത രോഗം എന്ന് പറയുന്നത്. ബ്ലീഡിംഗും അതിൻ്റെ സിംറ്റമാണ്. ഓക്കെ, കോമൺ കോൾഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആര് ഉപയോഗിക്കുന്നു, വൈറ്റമിൻ C ഉപയോഗിക്കുന്നു. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ C. അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ്, അതുപോലെ നെല്ലിക്കയിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ് ആര്, വൈറ്റമിൻ C എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനും ആദ്യമായിട്ട് കൃത്രിമമായിട്ട് കണ്ടുപിടിച്ച വൈറ്റമിനും അതുപോലെ അയണിൻ്റെ ആകിരണത്തിനും യൂട്ടിലൈസേഷനും ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിനും എല്ലാം ആരാണ്, വൈറ്റമിൻ C ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് മുൻപ് കാണിച്ചു, അതിൻ്റെ ഉത്തരങ്ങളും അതോടൊപ്പം കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അഡീഷണൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്കിവിടെ സമയം ഒട്ടും പാഴാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ എല്ലാം അറിയാം. ജസ്റ്റ് ആ ഒരു ഉത്തരം നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻ പ്രൊമോട്ട് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഇൻ അവർ ബോഡി? നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാൽഷ്യത്തിൻ്റെ ഫോസ്ഫറസിൻ്റെ അബ്സോർപ്ഷൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്, വൈറ്റമിൻ D ആണ്. ആൻസർ എന്താണ്, ഓപ്ഷൻ C ആണ്. ഓക്കെ, രണ്ടാമത്, നോൺ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് ഏതാണ്, കട്ട പിടിക്കാൻ K അല്ലേ, വൈറ്റമിൻ K കട്ട പിടിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ആൻസർ എന്താണ്, വൈറ്റമിൻ K ആണ്. ഓപ്ഷൻ C ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വാട്ടർ സോലുബിൾ വൈറ്റമിൻ ഫ്രം ദ ഫോളോയിങ്. നമ്മൾ പറഞ്ഞു വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് നമുക്ക് എങ്ങനെ ഓർക്കാമെന്ന് പറഞ്ഞു, WBC എന്ന് പറഞ്ഞാൽ ഓർത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ Bയും Cയും ആണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്. ഇതിൽ ഇവിടെ ഏതാ ഉള്ളത്, വൈറ്റമിൻ B ഉണ്ട്. അപ്പോൾ ആൻസർ എന്താണ്, ഓപ്ഷൻ C ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻ ആക്ടിവേറ്റ്സ് പ്രോട്ടീൻ ആൻഡ് കാൽഷ്യം എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? ഓൾറെഡി പറഞ്ഞതാണ്, ഏതാണ്, വൈറ്റമിൻ K ആണ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് E300? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏതാണ് യൂറോപ്പ് നമ്പർ E300 എന്നുള്ളത്
ഏത് ആൻറ്റി ഓക്സിഡൻറ്റിനാണ്? വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡിനാണ്. ഇത് കൂടാതെ വൈറ്റമിൻ ഇയുടെയും ബീറ്റാ കരോട്ടിൻ്റെയും ഈ നമ്പറും കൂടെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കാരണം ഇത് ചോദിച്ചുകൊണ്ട് നാളെ വേണമെങ്കിൽ ഇതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസസ് കളർ ബ്ലൈൻഡ്നെസ് ആൻഡ് പുവർ വിഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലൈൻഡ്നെസ് കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? വൈറ്റമിൻ എ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ? വൈറ്റമിൻ എ ആണ് ഇവിടെ ആൻസർ. പിന്നെ നമ്മൾ മറ്റെന്തുകൂടെ പറഞ്ഞിരുന്നു വൈറ്റമിൻ എ പഠിച്ച സമയത്ത്? കണ്ണിൻ്റെ ഹെൽത്തിന് അല്ലെങ്കിൽ നോർമൽ വിഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിനാണ് ആര്? വൈറ്റമിൻ എ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, വൈറ്റമിൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻ ഈസ് റിച്ച് ഇൻ ഈസ്റ്റ്. നമ്മൾ പറഞ്ഞതല്ലേ NCERT ടെക്സ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതാണ് ആൻസർ? വൈറ്റമിൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ റീസൺ ആണ്. അതായത് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിൽ എ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്? ബെറിബറി ഈസ് എ വൈറൽ ഇൻഫെക്ഷൻ. ബെറിബറി വൈറൽ ഇൻഫെക്ഷൻ ആണോ? അല്ല. B1 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഡിസീസാണ് ഇത്. വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അപര്യാപ്തത രോഗമാണ് ഇത് ബെറിബറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഇത് തെറ്റാണ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റീസൺ എന്താണ്? വൈറ്റമിൻ ഡെഫിഷ്യൻസി കോസസ് ഡിസീസസ്. കറക്റ്റ് അല്ലേ? അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? A is false and R is true. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താണ് ഇവിടെ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ക്ലാസ് പറഞ്ഞാൽ ക്യാരറ്റ് ആണ് ആൻസർ. വൈറ്റമിൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹയസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ. നമുക്കറിയാം ഏതാണ്? ക്യാരറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബനാന ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് വിച്ച് വൈറ്റമിൻ. ഏതാണ്? ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ആൻസർ വൈറ്റമിൻ ബി ആണ്. ബി ഫോർ ബനാന എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. സി ഫോർ സിട്രസ് ഫ്രൂട്ട്സ് നമ്മൾ പറഞ്ഞില്ലേ? സോ ബി ഫോർ ബനാന എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്കൊന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റമിൻ എ ഇസ് റിലേറ്റഡ് ടു. നമുക്കറിയാം കെമിക്കൽ നെയിം എ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ഓർത്താൽ മതി എന്ന് പറഞ്ഞു? AR റഹ്മാനെ ഓർത്താൽ മതി എന്ന് പറഞ്ഞു. R ഫോർ റെറ്റിനോൾ. ഇപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസസ് ഇസ് മോസ്റ്റ്ലി കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ കുറവുകൊണ്ടുണ്ടാകുന്ന അപര്യാപ്ത രോഗം ഏതാണ്? നമ്മൾ പറഞ്ഞു സി, സ്കർവി. സാ എന്ന് പറഞ്ഞ് ഓർത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ്, സ്കർവി അങ്ങനെ ഓർത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? സ്കർവി ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ്? വൈറ്റമിൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. Next, scurvy disease, the symptom of which of the following, scurvy disease, the symptom of which include bleeding gum, may be prevented by adding dash into diet. ഏതാണ്? വൈറ്റമിൻ സി ആണ് ആൻസർ. Which of the vitamin required for ബ്ലഡ് കൊയാഗുലേഷൻ. ഈ കൊയാഗുലേഷൻ എന്നുള്ള ടേം കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ കട്ട പിടിക്കുക എന്നുള്ള അർത്ഥം. നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറ്റമിൻ കെ കട്ട പിടിക്കുക, അങ്ങനെ നമ്മൾ ഓർക്കാൻ പറഞ്ഞിരുന്നു. ഏതാണ് ആൻസർ? വൈറ്റമിൻ കെ ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെഫിഷ്യൻസി കോസസ് റിക്കറ്റ്സ് ഡിസീസ്. ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ ഡി ആണ് ആൻസർ. കൊബലമിൻ ഈസ് ഓൾസോ കോൾഡ് ആസ്. ഏതാണ്? B12 ആണ്. വിച്ച് വൈറ്റമിൻ കീപ്സ് അവർ ഐസ് ആൻഡ് സ്കിൻ ഹെൽത്തി. NCERTലെ സെന്റൻസ് അതുപോലെ ചോദിച്ചിരിക്കുകയാണ്. ആൻസർ ഏതാണ്? വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ B1 ഈസ് ഓൾസോ കോൾഡ് ആസ്. ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തോർക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? അത് TR ഓർക്കാനായിരുന്നു. അപ്പോൾ വൈറ്റമിൻ B1, B2, B3 നമുക്ക് കിട്ടും. ഇവിടെ ചോദിച്ചിരുന്നത് ഏതായിരുന്നു? B1 ആയിരുന്നു. അപ്പോൾ T ഫോർ തൈമിൻ ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ പിക്ക് ചെയ്യാൻ എങ്ങനെ പറ്റും? ഇങ്ങനെ കോഡ് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? തൈമിൻ ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻ ഈസ് നോട്ട് എ ഫാറ്റ് സോലുബിൾ. അപ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു? KEDA. ഫാറ്റ് കേടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ KEDA ആണ് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ. അപ്പോൾ ഇത് ഫാറ്റ് സോലുബിൾ ആണ്, ഇത് ഫാറ്റ് സോലുബിൾ ആണ്, ഇതും ഫാറ്റ് സോലുബിൾ ആണ്. അപ്പോൾ വൈറ്റമിൻ സി എന്താണ്? WBCയിൽ പെട്ടതാണ്. അപ്പോൾ സി എന്താണ്? ഫാറ്റ് സോലുബിൾ അല്ല അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, വൈറ്റമിൻ സി ഈസ് ഓൾസോ കോൾഡ് ആസ്. ഏതാണ്? നമുക്കറിയാം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർത്താൽ മതി എന്ന് പറഞ്ഞു. അസ്കോർബിക് ആസിഡ് ആണ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് കോസസ് ബെറിബറി. നമുക്കറിയാം എന്താണ് ബെറിബറി കോസ് ചെയ്യുന്നത്? ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B1 ആണ് ബെറിബറി കോസ് ചെയ്യുന്നത് അല്ലേ? അതിൻ്റെ അപര്യാപ്തത രോഗമാണ് ഇത് ബെറിബറി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി ഫ്രം ഫുഡ് ഇസ്. ഏതാണ്? കോഡ് ലിവർ ഓയിലാണ്. നമുക്കറിയാം കോഡ് ലിവർ ഓയിൽ വൈറ്റമിൻ ഡി മാത്രമല്ല വൈറ്റമിൻ എയിലും ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ കോഡ് എന്ന് പറയുന്നത് എന്താണ്? രോഹു എന്ന് പറഞ്ഞാൽ ഫിഷാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻ കണ്ടെയ്ൻസ് എ മിനറൽ കോൾഡ് കൊബാൾട്ട്.
ഏതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ B12 ആണ് ആൻസർ. നിയാസിൻ ഇസ് എ ഫോം ഓഫ് ഏതാണ് നമ്മൾ അതും പറഞ്ഞിരുന്നു TRN 1 2 3 അപ്പം 3 N വരുന്നത് ഏതാണ് B3 ആണ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിട്രസ് ഫ്രൂട്ട്സ് ആർ കൺസിഡർഡ് ആസ് റിച്ച് സോഴ്സ് ഓഫ് സിട്രസ് ഫ്രൂട്ട്സിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ് C ഫോർ സിട്രസ് നമ്മൾ ഓർക്കാൻ പറഞ്ഞിരുന്നു വൈറ്റമിൻ C ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൈറ്റമിൻ ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് കോമൺ കോൾഡ് ജലദോഷത്തിന് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ C ആണ്. കോമൺ കോൾഡ് അപ്പോൾ കോമൺ കോൾഡിലും 2 C ഉണ്ട് വൈറ്റമിൻ സിയിലും C ഉണ്ട്. അപ്പോൾ C എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അത് എക്സാം ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇനി നമുക്ക് വേണമെങ്കിൽ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി പെല്ലഗ്ര ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് നിയാസിൻ ആണ് നമ്മൾ ഓൾറെഡി ക്ലാസ് പറഞ്ഞിരുന്നു. ദ ലിവർ ഓയിൽ ഓഫ് ഫിഷ് ഈസ് റിച്ച് ഇൻ ഏതാണ് വൈറ്റമിൻ എ ഉണ്ട് ബോത്ത് എ ആൻഡ് ഡി ഉണ്ട് ഇ ഉണ്ട് ഡി ഉണ്ട് ഏതാണ് വൈറ്റമിൻ എയിലും ഉണ്ട് ഡിയിലും ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. വൈറ്റമിൻ കെ ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ബാക്ടീരിയ നാച്ചുറലി ഫൗണ്ട് ഇൻ ഏതാണ് ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻറ്റസ്റ്റൈൻ ആണ് ആൻസർ ഓപ്ഷൻ ഡി. വാട്ട് ഈസ് റൈബോഫ്ലേവിൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം എളുപ്പമല്ലേ വൈറ്റമിൻ. റൈബോഫ്ലേവിൻ എന്ന് പറയുന്നത് ഏതായിരുന്നു TRN. അപ്പം നമ്മൾ B2 ആണ് ഇത് റൈബോഫ്ലേവിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ സി വൈറ്റമിൻ ആണ് എന്ത് റൈബോഫ്ലേവിൻ എന്ന് പറയുന്നത്. 33 മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഇസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു FM എന്ന് പറഞ്ഞാൽ ഓർത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു. F എന്ന് പറയുന്നത് എന്താണ് ഫോലിക് ആസിഡ് ആണ്. B9 ആണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ B12 ഏതാണ് പെരിനീഷ്യസ് അനീമിയ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് ആൻസർ B9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിംറ്റം ഓഫ് ബെറിബറി ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു വീക്ക് മസിൽ ആൻഡ് ലോ എനർജി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊരു കുറച്ച് നേരം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഇവിടെ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കാണും. കാരണം വളരെ എളുപ്പമാണ് വൈറ്റമിൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ. പക്ഷേ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ RRBക്ക് ചോദിച്ചിട്ടുള്ള വൈറ്റമിൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.